നമസ്കാരം, വെൽക്കം ടു നിഷിതാസ് ക്യുസീൻ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു പറാഠയാണ്, മുരിങ്ങ പറാഠ. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ കുറച്ച് മുരിങ്ങയില കഴുകി മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ മുറിച്ചെടുത്ത മുരിങ്ങയില ഏകദേശം ഒരു 1/4 കപ്പ് ഉണ്ടാവും. ഇനി ഇതിന്റെ മാവ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്, ഗോതമ്പ് പൊടി. ഇതിലേക്ക് 1/4 കപ്പ് കടലമാവ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ അജ്വൈൻ ചേർക്കാം. ഇത് അജ്വൈൻ കാരം സീഡ്സ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. അയ്മോദകം എന്ന് പറയുന്ന സാധനമാണ്. 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. ഇനി ഇതിലേക്ക് മുരിങ്ങയില ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ആദ്യം കൈകൊണ്ടൊന്ന് കുഴക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ച് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പാകത്തിനുള്ള ഒരു മാവാക്കി എടുക്കാം. ഇത് ഏകദേശം കുഴച്ചിട്ടാവുമ്പോൾ ഇതിലേക്ക് 1-2 ടീസ്പൂൺ എണ്ണയോ നെയ്യോ ചേർത്ത് വീണ്ടും കുഴച്ചെടുക്കാം. ഇപ്പോൾ പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. ഇപ്പോൾ മാവ് കുഴച്ച് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. ഇനി ഇത് ഉരുളയാക്കി പരത്തിയെടുക്കണം. ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഉരുളയാക്കാം. ഏകദേശം ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന പാകത്തിന് സൈസിന് എടുത്താൽ മതി. ഇതിന് ഗോതമ്പ് പൊടിയിൽ കവർ ചെയ്യാം. ചപ്പാത്തി പലകയിൽ വെച്ച് പരത്തിയെടുക്കാം. ഞാൻ ഈ പലകയിൽ കുറച്ച് പൊടി ഇട്ടിട്ടുണ്ട്. മേലെ കുറച്ചും കൂടെ പൊടി ഇട്ടിട്ട് തിരിച്ചിട്ട് കൊണ്ടും പരത്താം. ചപ്പാത്തി പരത്തും പോലെ തന്നെ. ഇതിപ്പം പരത്തിയെടുത്തിട്ടുണ്ട്. ഈ തവയിൽ കുറച്ച് നെയ്യ് പരത്തി കൊടുക്കാം. ഇനി ഇതെടുത്ത് തവയിലേക്ക് ഇട്ട് ചുട്ടെടുക്കാം. ഇത് കുറച്ച് സെക്കൻഡ്സ് അനക്കാതെ വെക്കാം. അതിനുശേഷം ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ കുമ്പള വന്ന് തുടങ്ങുമ്പോൾ ഇതിന്റെ മേളിൽ കുറച്ച് നെയ്യ് പരട്ടി കൊടുക്കാം. ഇതിന് തിരിച്ചിടാം. ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും 1-2 വട്ടം തിരിച്ചു മറിച്ചു വിട്ട് പാകത്തിനായിട്ടുണ്ട്. ഇതിന് പുറത്തേക്ക് എടുക്കാം. ഇതൊരു കാസറോളിലേക്ക് ഇട്ട് അടച്ചു വെച്ചാൽ കുറെ സമയം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ബാക്കിയുള്ള മാവ് കൂടെ ഇതേപോലെ ചുട്ടെടുക്കാം. മുരിങ്ങ പറാത്ത എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിന് വേറെ പ്ലേറ്റിൽ സെർവ് ചെയ്യാം. ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്